അതിന് ശേഷം നമുക്ക് സംതൃപ്തി പിന്നെയും കിട്ടും. അങ്ങനെ ഓരോ ദിവസവും സംതൃപ്തിയിൽ അവസാനിക്കുമ്പോൾ നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കുറേ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് നമ്മളെ ഒരു ഹാബിറ്റായിട്ട് മാറും. ഹാബിറ്റ് ആയാലും ആ ആക്ടിവിറ്റി ഓട്ടോമാറ്റിക് ആകുമ്പോൾ അതിലൊരു സ്കില്ല് ബിൽഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യും. ഓക്കെ, നമ്മളൊരു ഫുട്ബോൾ കളിക്കാരനാണ്. അല്ലെങ്കിൽ നാട്ടുകാരെ പറയും അവൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരാളാണ്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകളിൽ ഒരു കഴിവെങ്കിലും ഇല്ലാത്ത ഒരാളുണ്ടാവില്ല. അത് ചിലപ്പം ക്രിക്കറ്റ് ആവാം, ഫുട്ബോൾ ആവാം, റീഡിങ്, റൈറ്റിങ്, ഗാർഡനിങ്, കുക്കിംഗ്, ഹോബിയിൽ നിന്ന് ബിൽഡായി വരുന്ന ഏതെങ്കിലും ഒരു സ്കില്ലില്ലാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വയം അഭിമാനിക്കുന്ന ആ സ്കില്ലിന് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല. അത് ചിലപ്പം ഹോബി ആവാം, അത് നമ്മളെ തന്നെ സെർവ് ചെയ്യുന്ന സ്കില്ലാവാം. ആ സ്കില്ല് ഉപയോഗിച്ചിട്ട് സൊസൈറ്റിക്ക് ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ ആ സ്കില്ലിൽ നമ്മൾ പ്രൗഡാണ്. അങ്ങനെ ഒരു സ്കില്ല് നമുക്ക് ഓൾറെഡി ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കില്ല് ബിൽഡ് ചെയ്യാനുള്ള സെയിം മെത്തേഡ് അതിനെ പറ്റിയിട്ട് അവെയർ ആയാലും ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു ഹൈ ഇൻകം സ്കില്ല് ജനറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ സ്വയം അഭിമാനിക്കുന്ന നമ്മൾ ആ സ്കില്ലുണ്ടല്ലോ, ആ സ്കില്ല് എങ്ങനെ ഡെവലപ്പ് ആയി എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലാണ് അതിനുള്ള ആ സെയിം സ്റ്റെപ്പ് നമുക്ക് വേണ്ട സ്കില്ലിലേക്ക് പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അത് വെരി ബിഗിനിങ് ആ സ്കില്ല് ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആക്ടിവിറ്റി നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളെ ബിഹേവിയർ ഡെവലപ്പ് ആവുന്നതിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങളും വളരെ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ഒരു സീനിലൂടെ നമ്മൾ ഡെയിലി പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫുട്ബോൾ കളിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ കണ്ടാൽ സബ് കോൺഷ്യസ്ലി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നിരന്തരം കേൾക്കുന്നതും കാണുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ ചെയ്യാനും അത് ചെയ്യുന്നതിലൂടെ നമ്മളെ ബോർഡം എന്നുള്ള സ്റ്റേറ്റിൽ നിന്ന് ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് മാറാനുള്ള ഒരു ത്വര ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കും. ഇപ്പോൾ ഫുട്ബോളൊന്ന് കളിച്ച് നോക്കും. അങ്ങനെ കളിക്കുമ്പോൾ നമുക്ക് ആ ഫസ്റ്റ് ദിവസം കിട്ടുന്ന റിവാർഡിനനുസരിച്ചാണ് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ കളിച്ചു, ഒരു 2-3 ഗോളൊക്കെ ഇട്ടു, അല്ലെങ്കിൽ ഒരു മാർഷ്യൽ ആർട്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അംഗീകാരം നമ്മളെ ഓഡിയൻസ് എന്നുള്ള അംഗീകാരം അത് വളരെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അല്ലെങ്കിൽ അതിനുള്ള ഫെയിം, അതായത് നമ്മൾ ഒരു ഫേമസ് ആവുന്ന ഫീൽ ഉണ്ടല്ലോ, ഒരാൾക്കാരുടെ ഫേമസ് ആവുന്ന ഫീൽ, അങ്ങനെ ഫീൽ കിട്ടുമ്പോൾ അപ്പോഴെല്ലാം ഒരു ഡോപ്പമൈൻ ഹോർമോൺ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോൺ ജനറേറ്റ് ചെയ്താൽ തന്നെ ഒരു സംതൃപ്തി നമുക്ക് കിട്ടും, ഒരു ഹാപ്പിനെസ് അതിൽ നിന്ന് നമുക്ക് കിട്ടും. ആ സംതൃപ്തി എത്രത്തോളം ഹൈ ആണ് അതിനനുസരിച്ചിട്ട് ആ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.